ഹായ് ഡിയേഴ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ച RL, RC നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. സോ ഇതൊരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് റീഡ് ചെയ്യാം. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതി വയ്ക്കുക. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. എ റെസിസ്റ്റർ ഓഫ് 50 ohm and an inductor of 0.1 Henry and a capacitor of 40 microfarad are connected in series, and the combination is connected across 220 volt 50 hertz. Calculate the circuit impedance, current, power factor, phase angle, the power connected or consumed by the circuit. അപ്പം ഞാൻ ആദ്യം ഇതിനകത്ത് തന്ന സാധനങ്ങളായി എഴുതി വെച്ചിരിക്കുന്നത് RLC VR. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നത് 220 വോൾട്ട് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതെന്താണ്? VRMS. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. ഓക്കെ, നമ്മൾ ഈ തന്നേക്കുന്ന പ്രോബ്ലത്തിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? VRMS ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ഹെർട്സ്. അപ്പോൾ ഈ ഫ്രീക്വൻസി 50 ഹെർട്സ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്തെഴുതാം? ഒമേഗ എഴുതരുതോ? ഒമേഗ കണ്ടുപിടിക്കരുതോ? അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 2πf ആണ്. അതായത് 2 × 3.14 × 50, അത് 314. അപ്പം മിക്കപ്പോഴും ഈ 50 ഹെർട്സ് തന്നെയാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനം വെച്ച് തന്നെ എല്ലാത്തിനും ഓടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് സർക്യൂട്ട് ഇമ്പിഡൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? ഇത് ഏത് കേസാണ്? ഇത് ഏത് സർക്യൂട്ടാടാ? RLC സർക്യൂട്ട്. RLC സർക്യൂട്ടിന് 2 കേസുണ്ട്. ഒരെണ്ണം XL ഗ്രേറ്ററും ഒന്ന് XC ഗ്രേറ്ററും. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് എന്ത് വേണം? XLും XCയും കണ്ടുപിടിക്കണം. XLൻ്റെ ഇക്വേഷൻ എന്താ? L × ഒമേഗ. L തന്നിട്ടില്ലേ? 0.1 × ഒമേഗ എത്ര? 314. അപ്പോൾ നമുക്ക് 31.4 ohms എന്നായിരിക്കും XL കിട്ടുന്നത്. ഇനി XC കണ്ടുപിടിക്കണം. XC = 1/C ഒമേഗ. അപ്പോൾ 1/C തന്നിട്ടുണ്ട്. 40 മൈക്രോഫാരഡ് കേട്ടോ. മൈക്രോഫാരഡ് മാറ്റണം. മൈക്രോ ആണെങ്കിൽ എന്താ? 10⁻⁻6 ആണ് കേട്ടോ. × 10⁻⁻6 × ഒമേഗ എത്രയാണ്? 314. ഇത് കാൽക്കുലേറ്റർ ഇട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് 79.617 ohm ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ XCയും കിട്ടി, ഇതും കിട്ടി. ഇതിലേതാണ് വലുത്? XC ആണ് വലുത്. അപ്പോൾ ഇത് ഏത് കേസാണ്? രണ്ടാമത്തെ കേസാണ്. അപ്പോൾ രണ്ടാമത്തെ കേസിൻ്റെ ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു പറഞ്ഞേ? Z = √R² + XC - XL² ഇട്ട് കൊടുക്ക്. 50². ആറിൻ്റെ ഇത് 50 തന്നിട്ടുണ്ട്. XC എന്തോ കിട്ടിയേ? 79.617 - 31.4² ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു 69.46 ആയിരിക്കും ഇമ്പിഡൻസ് കിട്ടുന്നത്. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. 69.46 ആയിരിക്കും കിട്ടുന്നത്. ഓമാണത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുമ്പം ഇസഡിൻ്റെ ഇക്വേഷൻ എന്താണ്? V/I ആണല്ലോ ഇസഡിൻ്റെ ഇക്വേഷൻ. അതായത് VRMS/IRMS കേട്ടോ. ഈ തന്നേക്കുന്ന എല്ലാം VRMSഉം കണ്ടുപിടിക്കുന്നതൊക്കെ IRMSും ആണ്. അപ്പോൾ നമുക്ക് I കണ്ടുപിടിക്കാൻ എന്താ? സിമ്പിൾ ഇക്വേഷൻ VRMS അല്ലെങ്കിൽ V/R. ഇതല്ലേ VRMS/Z. അപ്പോൾ അവിടോട്ട് VRMS എത്ര ഉള്ളത്? തന്നേക്കുന്നത് 220 വോൾട്ട്. അപ്പോൾ 220 / 69.46 ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3.167 ആംബിയേഴ്സ് കിട്ടും. എല്ലാത്തിനും യൂണിറ്റ് എഴുതണം കേട്ടോ. 3.167 ആംബിയേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇത് കിട്ടും. ഇനി മൂന്നാമത്തേത് എന്താണ്? മൂന്നാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ? പവർ ഫാക്ടർ. പവർ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താ? പവർ ഫാക്ടറിൻ്റെ ഇക്വേഷനാണ് cos ∅. പഠിക്കണം. ഇത് പഠിച്ചാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഓക്കെ, cos ∅. അപ്പോൾ cos ∅ = nothing but R/Z. എല്ലാത്തിൻ്റെയും സെയിം തന്നെ. R തന്നിട്ടുണ്ടല്ലോ ഓൾറെഡി 50. Z കണ്ടുപിടിച്ചില്ലേ? ഇട്ടുകൊട്. 50/69.46. നമുക്കൊരു 0.719 ആണ് കിട്ടുന്നത്. ഓക്കെ, 0.719 കിട്ടും. ഇവിടെ വെച്ച് തന്നെ ഞാൻ ഫേസ് ആംഗിൾ കൂടെ അങ്ങ് കണ്ടുപിടിക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫേസ് ആംഗിൾ. ഫേസ് ആംഗിൾ ∅ = cos inverse R/Z അല്ലേ? അതായത് cos inverse 0.719. അപ്പോൾ അതെന്ന് പറയുന്നത് എനിക്കൊരു 43.92 ഡിഗ്രി കിട്ടി. ഇതാണ് എൻ്റെ ആംഗിൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്?
പവർ കൺസ്യൂംഡ് ബൈ ദി സർക്യൂട്ട്. ഇതാ ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. പവർ കൺസ്യൂംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിയൽ പവറാണ് ചോദിക്കുന്നത് കേട്ടോ. റിയൽ പവറാണ്, മിക്കപ്പോഴും റിയൽ പവർ തന്നെ കേട്ടോ. അപ്പോൾ എന്താണ് ഇക്വേഷൻ? വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ. അപ്പോൾ ഇത് വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് ഫൈ ആണ്. വി ആർ എം എസ് ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 220. ഐ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 3.167 ഇൻറ്റു കോസ് ഫൈ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ 0.719 ഇട്ട് കൊടുക്കുക. റിയൽ പവർ നമുക്കൊരു 500.76 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ അറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.